എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും വൊക്കാസ്പീഡിയയുടെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കുമെന്ന് പറയാൻ കാരണം, നിങ്ങൾ ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെന്നുള്ള നിലയ്ക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും സബ് ഇൻസ്പെക്ടർ മെയിൻസ് എക്സാമിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും ചില ടോപ്പിക്സ് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ഡ്രൈ ടോപ്പിക്സ് ആണെന്നുള്ള അഭിപ്രായമുള്ള ആൾക്കാരുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. കാരണം എന്താണ് എഫക്റ്റീവ് ലേണിംഗ് എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിപ്പം തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ സ്വാധീനിക്കാൻ ഇന്നത്തെ ഈ വീഡിയോ കണ്ടന്റിന് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടൊന്ന് കാണുക. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് വായിച്ചേ. ഞാൻ ഇവിടെ പറയുകയാണ്, ലേണിംഗ് ഈസ് നത്തിങ് ബട്ട് അലൈനിങ് യുവർ തോട്ട്സ് വിത്ത് എ ലേണിംഗ് മെറ്റീരിയൽ. പഠനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് അലൈനിങ് യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പഠന സംബന്ധമായിട്ടൊരു വിഷയത്തിൽ നിങ്ങൾ കൊടുക്കുന്ന തോട്ട്സിനെ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അലൈൻ ചെയ്യുക, ഗൈഡ് ചെയ്യുക. എന്തുപയോഗിച്ചുകൊണ്ട്? നിങ്ങളുടെ ലേണിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പഠനം വളരെ ആസ്വാദ്യകരമായിരിക്കും. അപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധാരണ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും ഡ്രൈ ആണ് എന്ന് കരുതുന്ന ഒരു ടോപ്പിക്കുണ്ട്, അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്കീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. ഇതൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിലബസിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള എക്കണോമിയിൽ അതിൻ്റെ മൊഡ്യൂൾ 5 MSME എന്നൊരു ടോപ്പിക്കുണ്ട്. ആ MSME എന്ന് പറയുന്ന ടോപ്പിക്കിൽ കേന്ദ്ര ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്യുകയും സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണെന്ത്, സെൻട്രലി സ്പോൺസേഡ് സ്കീമായിട്ട് വരുന്ന ഒരു പ്രോഗ്രാമാണെന്ത്, പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങളെല്ലാവരും പഠിക്കുന്ന എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പഠിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓൺ ദ ഡേ ഓഫ് യുവർ എക്സാം, റിയൽ ഡേ ഓഫ് യുവർ എക്സാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് ആ നോളജ് ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്ത് ഒരു ഇൻഫോംഡ് ചോയ്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് നേടാൻ സാധിക്കണം, ആ ക്വസ്റ്റ്യൻ ശരിയാക്കാൻ സാധിക്കണം, അല്ലേ? പക്ഷേ പലപ്പോഴും ഒബ്ജക്റ്റീവ് എക്സാംസിൽ ഇപ്പം ഉദ്യോഗാർത്ഥികൾ പലരും പ്രിലിംസ് ഘട്ടത്തിലാണെങ്കിലും മെയിൻസ് കഴിയുമ്പോഴും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നെഗറ്റീവ് മാർക്സ് കൂടുന്നു എന്നുള്ളത്. അപ്പം നെഗറ്റീവ് മാർക്സ് കൂടാൻ കാരണം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലേ? നിങ്ങളുടെ അറ്റംപ്റ്റ് കൂടുമ്പം എന്ത് കൂടാറുണ്ട്? നെഗറ്റീവ് മാർക്സ് കൂടാറുണ്ട്. എഫക്റ്റീവ്ലി നിങ്ങൾക്ക് നേടിയ മാർക്ക് നഷ്ടപ്പെടാറുണ്ട്. കാരണം എന്തുകൊണ്ട്? നെഗറ്റീവ് മാർക്സ് എന്ന് പറഞ്ഞാൽ പെനാൽറ്റിയാണ്. നിങ്ങൾ തെറ്റിക്കുന്നതിനുള്ള പെനാൽറ്റി ആയിട്ടാണ് എന്ത് വരുന്നത്? നെഗറ്റീവ് മാർക്സ് വരുന്നത്. ഒബ്ജക്റ്റീവ് എക്സാംസിൻ്റെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ പ്രത്യേകത എന്താണ്? മുമ്പും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് എക്സാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എന്തും അടങ്ങിയിട്ടുണ്ട്? ആ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും അടങ്ങിയിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് എക്സാം പോലെ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് എഴുതുമല്ലോ ചെയ്യുന്നത്. മറിച്ച് എന്താണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ചോയ്സസ് A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C അല്ലെങ്കിൽ D എന്ന് റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു എക്സാമാണ് എന്ത് ഒബ്ജക്റ്റീവ് എക്സാംസ് എന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ട് നെഗറ്റീവ് മാർക്ക് വരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നെഗറ്റീവിലേക്ക് പോകേണ്ടി വരുന്നത്? നെഗറ്റീവിലേക്ക് പോകേണ്ടി വരുന്നത് അവിടെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. നിങ്ങൾ നെഗറ്റീവ് ആൻസർ ബബിൾ ചെയ്യുമ്പം ദർ ഈസ് സംതിങ് വിച്ച് ഈസ് ആക്ച്വലി പ്രോംപ്റ്റിംഗ് യു ടു ചൂസ് ദ ഇൻകറക്റ്റ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആൻസർ C ആണ്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് A എടുക്കുന്നു? C എന്നുള്ള ശരി ഉത്തരം അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ A എന്നുള്ള ഒരു ആൻസറിലേക്ക് പോയി നിങ്ങൾ തെറ്റുവരുത്തി നിങ്ങൾ എന്തുകൊണ്ട് പെനാൽറ്റി ഏറ്റുവാങ്ങുന്നു? അപ്പോൾ ദർ ഈസ് സംതിങ് which you have to correct. What is actually prompting you to choose the incorrect answer instead of the correct answer? ശരിയായിട്ടുള്ള ഉത്തരം അവിടെ ഉണ്ടായിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് തെറ്റുത്തരത്തിലേക്ക് പോകുന്നു? ഇത് വളരെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ? ഓക്കെ, അവിടാണ് ഇന്നത്തെ ഈ സെഷനിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലേണിംഗ് മെറ്റീരിയൽസ് ആയിട്ട് നിങ്ങളിപ്പോൾ വൊക്കാസ്പീഡിയയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസ് എന്താണ്? ഒന്ന് വീഡിയോ ക്ലാസ്സസിൻ്റെ രൂപത്തിലാണ്, അല്ലേ? കണ്ടന്റ് ക്ലാസ്സസ് ആയിട്ട് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ PDF ഹാൻഡ് ഔട്ട്സ്, PDF മെറ്റീരിയൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് നിങ്ങൾക്ക് കിട്ടാറുണ്ട്. പിന്നെ അതേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിഗ്രാം വഴിയുള്ള മറ്റ് എക്സ്ചേഞ്ചസ്. ഇതെല്ലാം നിങ്ങളുടെ ലേണിങ്ങിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റാണ്. ഈ ലേണിംഗ് മെറ്റീരിയൽസ് നിങ്ങളുടെ തോട്ട്സുമായിട്ട് അലൈൻ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ,
അതിനായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലോട്ട് വരാം. ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് കടന്നു പോവാം. അപ്പോൾ ഈ വീഡിയോ ആ പ്രോസസ്സിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. ഈ കണ്ടന്റ് പഠിപ്പിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഒരു വീഡിയോ ക്ലാസ് എങ്ങനെ കൺസ്യൂം ചെയ്യണം, അല്ലെങ്കിൽ ഒരു PDF മെറ്റീരിയൽ നിങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടത്, എത്രത്തോളം ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കൊരു കാര്യത്തിൽ താല്പര്യം ഉണ്ടാകത്തുള്ളൂ. താല്പര്യത്തോടെ പഠിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നിട്ടുമില്ല അല്ലേ? അപ്പോൾ എങ്ങനെ ആ താല്പര്യം ജനിപ്പിക്കാം? അപ്പോൾ അവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളെ കൈമോശം വരുത്തിക്കൊണ്ട് നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. അപ്പം പലപ്പോഴും നമ്മൾ നമ്മുടെ ചിന്തകളെ മാറ്റി വെച്ചിട്ട് പറയാറില്ലേ, ചിലർ ലോജിക്ക് മാറ്റി വെച്ച് ചില സിനിമകൾ കാണണമെന്ന് പറയത്തില്ലേ, അങ്ങനെ ലോജിക്ക് അല്ലെങ്കിൽ ചിന്തകളെ മാറ്റി വെച്ചിട്ടല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു PDF ഹാൻഡ് ഔട്ടായിട്ട് എന്താണ് ഈ PME-GP എന്ന് പറയുന്ന സ്കീമെന്ന് എനിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്ന നോട്ട് ഈ ഒരു സിംഗിൾ പേജ് നോട്ട് മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ പേജിലെ നോട്ടിൽ എനിക്ക് നിങ്ങൾക്ക് ആ കണ്ടന്റ് തരാൻ പറ്റും. നിങ്ങളിത് വായിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഒരു മെറ്റീരിയൽ നമ്പർ 1 എന്ന് പറയുന്നത് ഇമാജിൻ ഈ നോട്ടാണ് നിങ്ങളുടെ മെറ്റീരിയൽ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ഈ നോട്ടിൽ എന്തൊക്കെയുണ്ട്? ഈ പദ്ധതിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് പറയുന്നുണ്ട്, എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. ഇത് നടപ്പിലാക്കുന്ന രീതി അല്ലെങ്കിൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് അതിൻ്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നുണ്ട്. സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നോഡൽ ഏജൻസീസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഈ പ്രോജക്റ്റിൻ്റെ പദ്ധതിയുടെ ബെനിഫിഷ്യറീസിന് അല്ലെങ്കിൽ പദ്ധതിയുടെ കോസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ബെനിഫിഷ്യറീസിന് പരമാവധി എത്ര രൂപ വരെ ഈ പദ്ധതി പ്രകാരം കിട്ടും എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മാനുഫാക്ചറിങ്ങിനെ പറ്റി മാനുഫാക്ചറിങ് സെക്ടറിലുള്ള ആളുകൾക്ക് എത്ര രൂപ വരെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. സർവീസ് സെക്ടറിലുള്ളവർക്ക് എത്ര രൂപ വരെ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പദ്ധതി വഴി. ഓക്കെ, പിന്നെ ഇതിൻ്റെ നേച്ചർ പറയുന്നുണ്ട്. അതായത് ഈ സ്കീമിൻ്റെ പ്രത്യേകതയാണ്, അൺലൈക്ക് സർട്ടൻ അതർ സ്കീംസ്, മറ്റ് ചില സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി സ്കീംസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സ്കീം ഒരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമാണെന്ന് പറയുന്നുണ്ട്. എന്താണ് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിത് നോട്ട്സ് ആയിട്ട് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ കൺസ്യൂം ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്കറിയാം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എന്തും കിട്ടുന്നുണ്ട്, ഈ നോട്ട്സിന് പുറമെ ക്ലാസ്സും കിട്ടുന്നുണ്ട്. അപ്പം നോട്ട്സിലോട്ട് വരാം. അപ്പോൾ നോട്ട്സ് സഫീഷ്യൻ്റ് ആണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്തായാലും ക്ലാസ്സിനെ ആശ്രയിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ച് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം എന്നുള്ളതിലാണ്. എന്താണ് ഒരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം? അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ ടേംസ് ഒന്ന് മനസ്സിലൂടെ കൊണ്ടുപോവുക. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് വാക്കുകളില്ലേ? ക്രെഡിറ്റ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? സബ്സിഡി എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടില്ലേ? ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? സബ്സിഡിയെ ക്രെഡിറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണെന്നല്ലേ പറയുന്നത്. എന്താണ്? സാധാരണ നിലയ്ക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ധനസഹായമാണെന്ത് സബ്സിഡി എന്ന് പറയുന്നത്. ആ സബ്സിഡിയെ എന്തുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു? ക്രെഡിറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. ഇങ്ങനൊരു ലോജിക്ക് നിങ്ങളുടെ മനസ്സിൽ വരത്തില്ലേ? വരേണ്ടതല്ലേ? അപ്പോൾ ഈ പേര് കേൾക്കുമ്പം തന്നെ, അതായത് ഇത്തരം ഒരു പുതിയ കാര്യം പഠിക്കുമ്പം ആ നെയിം ഇറ്റ് സെൽഫ് കൺവേസ് എ ലോട്ട്, ആ പേരിലൂടെ തന്നെ ആദ്യം ഒരു ധാരണ ഉണ്ടാക്കുക. അതാണ് നിങ്ങളുടെ ഒരു ഇനിഷ്യൽ തോട്ട്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അധ്യാപകനല്ലേ മെൻറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ തരുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചിന്തകളെ കറക്റ്റ് ചെയ്ത് പോവുക. സോ ദാറ്റ് നിങ്ങൾക്ക് ആ താല്പര്യം അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് ബിൽഡായി വരും. അപ്പോൾ ഇതൊരു സ്കീമാണ്, ഇതൊരു ഗവൺമെൻറ് സ്കീമാണ്. ഈ സ്കീം പ്രകാരമുള്ള സബ്സിഡി ക്രെഡിറ്റ് ലിങ്കേജിലൂടെയാണ് കിട്ടുന്നത്. ഇവിടെ ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ക്രെഡിറ്റ് അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന ലോണിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സിംപ്ലി ക്രെഡിറ്റ് അല്ലെങ്കിൽ അഡ്വാൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി ആർക്ക് മാത്രം അർഹതപ്പെട്ടതാണ്? ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി എന്ന് പറയുന്നത് ഈ സബ്സിഡിക്ക് അർഹത ബെനിഫിഷ്യറി, ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്കീമിൻ്റെ ബെനിഫിഷ്യറി ആയിട്ടുള്ള ആള് ഒരു അപ്രൂവ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പക്ഷം മാത്രം കിട്ടുന്ന സബ്സിഡിയാണെന്ത്? ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി ആക്കി PME-GP സ്കീമിനെ മാറ്റിയത്? PME-GP സ്കീമിനെ ഒരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമായിട്ട് മാറ്റിയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. എന്താണ്? ഫണ്ട് മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഞാൻ തരുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ മറ്റ് സബ്സിഡി സ്കീമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് എല്ലാം ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമിലേക്ക് മൂവ് ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം
ഫണ്ട് മിസ്യൂസ് തടയുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമിൽ ഫണ്ട് മിസ്യൂസ് തടയപ്പെടുന്നത്? ഓക്കെ, ഇതല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഫണ്ട് മിസ്യൂസ് തടയാൻ വേണ്ടിയാണ് ഒരു ഫോർമൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മുഖാന്തരം ബെനിഫിഷ്യറിക്ക് എന്ത് കിട്ടുന്നത്? ബെനിഫിഷ്യറിക്ക് ഈ സബ്സിഡി ലഭ്യമാക്കുന്നത്. ഇനി ബെനിഫിഷ്യറിക്ക് വെറുതെ സബ്സിഡി കിട്ടുമോ? സബ്സിഡി കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? സബ്സിഡി കിട്ടണമെങ്കിൽ അയാൾ ഒരു ലോൺ എടുക്കണം. അയാൾ എന്തിനു വേണ്ടിയാണ് ലോൺ എടുക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കുക. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, MSME ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ സ്കീമാണെന്ന് PMEGP എന്നുള്ളത്. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് നടത്തുന്ന മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ പെടുന്ന ആളുകൾക്ക് ഈ PMEGP സ്കീമിന്റെ ബെനിഫിഷ്യറീസ് ആകാം. സോ അതിനായിട്ട് അവർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത്, ഇതൊരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി ആയതുകൊണ്ട് തന്നെ അവരവരുടെ പ്രോജക്റ്റുമായിട്ട് ഒരു ബാങ്കിനെ സമീപിക്കണം. ആരെ പോയി കാണണം? ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പോയി കാണണം. ബാങ്ക് ആയിരിക്കും ആ പ്രോജക്റ്റിന്റെ ഫീസിബിലിറ്റി പഠിച്ചിട്ട് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒക്കെ നോക്കി ഇയാൾക്ക് ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടെങ്കിൽ ബാങ്ക് ആർക്ക് വിടും? ബാങ്ക് ആ ആപ്ലിക്കേഷൻ നോഡൽ ഏജൻസിക്ക് വിടും. ഓക്കെ, അതായത് PMEGPയുടെ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ നോഡൽ ഏജൻസിക്ക് ഈ അപേക്ഷ പോകും. നോഡൽ ഏജൻസി ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ അപേക്ഷകന് 25% സബ്സിഡിക്ക് അർഹതയുണ്ട്. ഇയാളുടെ ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ് 10 ലക്ഷം രൂപയാണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപയുടെ 25% എന്ന് പറയുമ്പോൾ 2.5 ലക്ഷം രൂപ സബ്സിഡിക്ക് ഇയാൾക്ക് അർഹതയുണ്ട്. അപ്പോൾ 2.5 ലക്ഷം രൂപ സബ്സിഡി നേരിട്ട് ഇയാൾക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഇയാൾക്ക് 10 ലക്ഷം രൂപ ലോണായിട്ട് കൊടുക്കും. ബാങ്ക് എന്ത് ചെയ്യും? ഇയാൾക്ക് 10 ലക്ഷം രൂപ ലോണായിട്ട് കൊടുക്കും. ഈ 2.5 ലക്ഷം രൂപ ബാങ്കിന് ആര് ഡെപ്പോസിറ്റ് ചെയ്യും? ഗവൺമെന്റ് ഈ 2.5 ലക്ഷം രൂപ, അതായത് ഈ സബ്സിഡി തുക ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് 10 ലക്ഷം രൂപ ലോണായിട്ട് കൊടുത്തെങ്കിലും 10 ലക്ഷം മൈനസ് 10 മൈനസ് 2.5 ലക്ഷം ചെയ്യുമ്പോൾ എത്ര വരും ഇവിടെ? 7.5 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ എഫക്റ്റീവ്ലി ഇവിടെ ലോണായിട്ട് ഡെസ്പാച്ച് ചെയ്തെങ്കിലും ഈ ബെനിഫിഷ്യറി ആയിട്ടുള്ള അപേക്ഷകൻ എത്ര രൂപയ്ക്കുള്ള ലോൺ തിരിച്ചടച്ചാൽ മതി? 7.5 ലക്ഷം ലോണിന്റെ മുതലും പലിശയും തിരിച്ചടച്ചാൽ മതി. അതായത് 2.5 ലക്ഷം രൂപ സബ്സിഡി ഇവിടെ നേരിട്ട് കൊടുത്തോ? നേരിട്ട് സബ്സിഡി തുക ആർക്ക് കൊടുത്തില്ല? സബ്സിഡി തുക നേരിട്ട് കൊടുത്തില്ല. മറിച്ച് എന്ത് ചെയ്തു? 10 ലക്ഷം രൂപ ലോണായിട്ട് കൊടുത്തു, 7.5 ലക്ഷം രൂപ തിരിച്ചടച്ചാൽ മതി. അപ്പോൾ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുകയും ചെയ്തു, ഇയാൾക്ക് പ്രോജക്റ്റ് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ബാങ്ക് വഴി കിട്ടുകയും ചെയ്തു. ഓക്കെ, ഇങ്ങനെയുള്ള സ്കീമിനെ എന്തെന്ന് പറയുന്നത്? ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഗവൺമെന്റ് ഇങ്ങനെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം പ്രിഫർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ പോലെ എന്താണ്? ഈ ഫണ്ട് മിസ്യൂസ് തടയുന്നതിന് വേണ്ടിയാണ്. എന്താണ്? ഫണ്ട് മിസ്യൂസ് തടയുന്നതിന് വേണ്ടിയാണ്. മാത്രമല്ല നിങ്ങൾ നോക്കേ, ഇവിടെ എത്ര ലെവൽ ഓഫ് ഡ്യൂ ഡിലിജൻസ് നടന്നിട്ടുണ്ട്. സാധാരണയായിട്ട് ഒരു നോഡൽ ഏജൻസി മാത്രം ഒരു അപേക്ഷ സ്വീകരിച്ച് അപേക്ഷകന് സബ്സിഡി നൽകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു ഫോർമൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ലെവൽ ഓഫ് ചെക്കിങ് നടക്കുന്നുണ്ട്, രണ്ടാമത് നോഡൽ ഏജൻസിയുടെ ചെക്കിങ് നടക്കുന്നുണ്ട്. സോ ഇങ്ങനെ മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ബെനിഫിഷ്യറീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ കൂടി ഏത് സ്കീം കൊണ്ട് സാധിക്കും? ഈ പറയുന്ന ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീംസ് വഴി സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഗവൺമെന്റിന്റെ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് സബ്സിഡികളുടെ സബ്സിഡികളിൽ വന്നൊരു ഇന്നോവേഷൻ ആണത് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എത്ര സ്റ്റേക്ക് ഹോൾഡേഴ്സ് വന്നു. ഇനി ചിന്തിക്കും, ഇവിടെ എത്ര സ്റ്റേക്ക് ഹോൾഡേഴ്സ് വന്നു. ഇത് വെച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടീസ് നമുക്ക് എഴുതാം. ഒന്ന് ബാങ്ക്, ഒന്ന് ഇതിൻ്റെ അകത്ത് അപേക്ഷകൻ അല്ലേ, ബെനിഫിഷ്യറീസ് ഉണ്ട്. ഓക്കെ, ഇനി ബാങ്ക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇനി ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്കീമിനും എന്തുണ്ട്? നോഡൽ ഏജൻസീസ് ഉണ്ട്. എല്ലാ സ്കീമിനും എന്തുകൊണ്ട്? ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്കീം ആണെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര സ്പോൺസേഡ് സ്കീം ആണെങ്കിൽ സെൻട്രൽ ലെവലിൽ നോഡൽ ഏജൻസി കാണും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ നോഡൽ ഏജൻസി കാണും. ഇനി ഈ സ്കീമിൻ്റെ ഉദ്ദേശം എന്താണ്? സ്കീമിൻ്റെ ഉദ്ദേശം എന്താണ്? അതായത് MSME സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്? MSME സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ എന്താ നോക്കുന്നത്? നമ്മൾ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം പഠിച്ച ശേഷം സ്കീം എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം ഈ സ്കീമിന് ഒരു ബെനിഫിഷ്യറി ഉണ്ടെന്നും ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബെനിഫിഷ്യറീസിന് പുറമെ ബാങ്ക്സും നോഡൽ ഏജൻസീസും ആണെന്നും ഈ സ്കീമിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് MSME സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണെന്നും അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് സബ്സിഡിയാണ് നൽകുന്നത്. അപ്പോൾ എത്ര വരെ സബ്സിഡി കിട്ടും, എത്ര തുക വരെ സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു ചോദ്യം വരുന്നില്ലേ? അപ്പോൾ അവിടെ സപ്പോർട്ട് എത്രയാണ്? സപ്പോർട്ട് ഇൻ ടേംസ് ഓഫ് കോസ്റ്റിൻ്റെ രൂപത്തിലുള്ള സപ്പോർട്ട് എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ അറിയണം. ഓക്കെ, ഇനി അടുത്ത എന്താണ് അറിയേണ്ടത്? അടുത്തത് ഈ പറയുന്നത് പോലെ ഈ സ്കീമിന് അർഹതപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്, അതാണ് ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ നമ്മുടെ മൈൻഡിൽ ചോദ്യമായിട്ട് വരത്തില്ലേ?
ഇനി ഈ പറയുന്ന കാര്യങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി? ക്ലാസ് അല്ലെങ്കിൽ നോട്ട്സ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത്രയും ചിന്തകളിലോട്ട് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആ പ്രോസസ്സ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതല്ലേ. വൺസ് ആ പ്രോസസ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, ആ തോട്ട്സിനെ ശരിവെക്കുന്നതിന് വേണ്ടി, ആ തോട്ട്സിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടി എന്തുപയോഗിച്ചാൽ മതി? നമ്മുടെ നോട്ട്സ് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ക്ലാസ് കണ്ടന്റ് ഉപയോഗിച്ചാൽ മതി, മെറ്റീരിയൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് എവിടോട്ട് പോകാം? ഇനി നമുക്ക് ഇതിൻ്റെ ഈ സ്കീം എന്താണെന്ന് നോക്കാം. ഈ സ്കീം എന്താണെന്ന് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ സാധാരണയായിട്ട് നിങ്ങളൊരു മെറ്റീരിയൽ വായിച്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതും ഈ പ്രോസസ്സിലൂടെ പോയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അപ്പോൾ ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നോട്ട്. അത് നോട്ടും അതിനെ പുറമെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പം ഇത് ഒരു സ്കീമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് കൂടെ ചേർന്ന് നടത്തുന്ന സ്കീമാണെന്നും ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്നും ഒക്കെ ഉള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ. ഇനി അത് നമുക്കൊന്ന് കൃത്യമായിട്ട് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സ്കീം എന്താണ്? സ്കീമിൻ്റെ എയിം എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഗ്രാമനഗര മേഖലകളിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വയം തൊഴിൽ പദ്ധതികൾ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. ഇവിടെ 2 തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് സ്കീംസ് ആണ് ഉള്ളത്. ഒന്ന് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസും ഉണ്ട്, അതുപോലെ തന്നെ വേജ് എംപ്ലോയ്മെൻറ്റ് സ്കീംസും ഉണ്ട്. അതിലേത് കാറ്റഗറിയിലാണ് ഇത് വരുന്നത്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരോസ്ഗാർ എന്ന് പറയും, സ്വരോസ്ഗാർ യോജന. വേജ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ സിംപ്ലി റോസ്ഗാർ യോജനാസ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ 2 സെറ്റ് സ്കീംസാണ് ഉള്ളത്. എംപ്ലോയ്മെന്റ്, സെൽഫ് എന്നുള്ള എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് 2 സെറ്റാണ് ഉള്ളത്. അതിൽ ഇത് ഏതാണ്? ഇത് സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ സ്വരോസ്ഗാർ യോജനയാണ്. അതിൽ MSME ആയിട്ട് ബന്ധപ്പെട്ട് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തിനും അതുപോലെ തന്നെ ആർട്ടിസൻസ്, ക്രാഫ്റ്റ് അറിയാവുന്ന ആളുകൾക്കും മൈക്രോ അല്ലെങ്കിൽ മീഡിയം എൻ്റർപ്രൈസസ്, മൈക്രോ സ്മാൾ അല്ലെങ്കിൽ മീഡിയം എൻ്റർപ്രൈസസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് പ്രോഗ്രാമാണിത്. അപ്പോൾ ഈ സപ്പോർട്ട് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മാനുഫാക്ചറിങ് സെക്ടറിൽ എത്ര രൂപ വരെ നിങ്ങൾക്ക് കിട്ടും? 50 ലക്ഷം രൂപ വരെ സപ്പോർട്ട് കിട്ടും. ബിസിനസ് അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ 20 ലക്ഷം രൂപ വരെ സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് ലിമിറ്റ് എത്ര ആണെന്നുള്ള കാര്യത്തിൽ ഐഡിയ കിട്ടിയില്ലേ? 50 ലക്ഷമോ 20 ലക്ഷം. മാനുഫാക്ചറിങ് ആണെങ്കിൽ 50 ലക്ഷം, സർവീസ് ആണെങ്കിൽ 20 ലക്ഷം. ഇനി ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസീസ് ഏതൊക്കെയാണ്? കേന്ദ്ര ലെവലിൽ കേന്ദ്ര ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ആ ഏജൻസിയാണ് ഇതിൻ്റെ അകത്ത് എന്ത് വരുന്നത്? നോഡൽ ഏജൻസി ആയിട്ട് വരുന്നത്. ഓക്കെ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്ന് പറയും. ഇനി സംസ്ഥാന ലെവലിൽ വരുമ്പം മൾട്ടി ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ ആണ് നടക്കുന്നത്. അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ്. സ്റ്റേറ്റ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ അല്ലെ ബോർഡാകാം, ഈ പറയുന്ന പോലെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആകാം, കയർ ബോർഡ് ആകാം, ബാങ്ക്സ് ആവാം. ഓക്കെ, സോ ഇതാണ് സ്റ്റേറ്റ് ലെവലിൻ്റെ നോഡൽ ഏജൻസീസ് ആയിട്ട് വരുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത്രയും കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 2 ക്വസ്റ്റ്യൻസ് അല്ലേ നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എൻഡ് ഓഫ് ദ ഡേ വെദർ യു ആർ ഏബിൾ ടു സോൾവ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ, ഇൻഫോംഡ് ചോയ്സ് എടുക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് നിങ്ങളുടെ ലേണിംഗ് അക്കംപ്ലിഷ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കേ. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. At the national level, nodal agency for implementing PAGP is the Khadi Village Industries Commission. Okay, first statement ഇവിടെ ശരിയല്ലേ? നമ്മൾ കണ്ടതല്ലേ? ഇതിനകത്ത് നോഡൽ ഏജൻസി ആരാണ്? ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആണ്. ഇനി സ്റ്റേറ്റ് ലെവലിൽ PMAGP ഈസ് ഇംപ്ലിമെന്റഡ് ഓൺലി ത്രൂ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ് എന്നാ പറഞ്ഞത്. ആണോ? ഓൺലി ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ് മാത്രമാണോ? അല്ല, മൾട്ടിപ്പിൾ ഏജൻസീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ ഇവിടാണ് അതാ പറഞ്ഞത്, നമ്മുടെ കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതൊന്ന് ഫസ്റ്റ് റീഡിങ്ങിൽ ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ് മാത്രമാണോ ഉള്ളത്? അല്ല. എന്തുകൊണ്ട്? സ്റ്റേറ്റ് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ആകാം, ബാങ്ക്സ് ആകാം, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ് ആവാം. അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? എ എലിമിനേറ്റ് ചെയ്യാം, സി എലിമിനേറ്റ് ചെയ്യാം, ഡി എലിമിനേറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ആൻസർ എന്തായി? ആൻസർ ബി ആയി. ആൻസർ എന്തായി? ബി ആയി. ബി എന്ന് പറയുമ്പോൾ ഏതാണ് ആൻസർ? 1 and 3 ആണ്. ആൻസർ എന്താണ്? 1 and 3 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലായി. എന്താണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്?
Under the scheme, maximum admissible project cost is 50 lakhs for the manufacturing sector and 20 lakhs for the service sector. അത് നമ്മൾ കണ്ട ഇൻഫർമേഷൻ ആണ്. സോ ആൻസർ ഏത് വരും? രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയായിട്ട് വരും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, അതുപോലെ തന്നെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സി ഇപ്പോൾ എന്ത് ഈസിലി ഈ സ്കീം എത്രത്തോളം നിങ്ങൾക്ക് ഫെമിലിയർ ആയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഈ ഒരു ലെക്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ പ്രൊവിഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി പോയത് വഴി, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ അലൈൻ ചെയ്തത് വഴി ക്വസ്റ്റ്യനിലോട്ട് എത്തിയപ്പോൾ ഈ സ്കീം വളരെയധികം ഫെമിലിയർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സോൾവ് ചെയ്തേ. നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് സ്വയം സോൾവ് ചെയ്യാം, ഞാൻ അതിൻ്റെ ആൻസർ പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വൺ ഓഫ് ദ കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് PMEGP ഈസ് ടു റെഡ്യൂസ് മൈഗ്രേഷൻ ഓഫ് റൂറൽ യൂത്ത് ടു അർബൻ ഏരിയാസ് ബൈ പ്രൊവൈഡിങ് സസ്റ്റൈനബിൾ ലോക്കൽ എംപ്ലോയ്മെൻറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിൽക്കട്ടെ, അത് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആണോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉദ്ദേശം അതിനുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഈസ് ദ നോഡൽ ഏജൻസി അറ്റ് ദ സെൻട്രൽ ലെവൽ വൈൽ സ്റ്റേറ്റ് KVIBs, DICs ആൻഡ് കൊയർ ബോർഡ് ഇംപ്ലിമെൻറ്റ് ഇറ്റ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. ശരിയല്ലേ? മൾട്ടി ലെവൽ ഏജൻസീസ് അല്ലേ സംസ്ഥാനത്ത് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അതിൻ്റെ അകത്ത് സ്റ്റേറ്റ് KVIBs ഇല്ലേ, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് കൗൺസിൽസ് അല്ലെങ്കിൽ കമ്മീഷൻസ് വരുന്നില്ലേ, കൊയർ ബോർഡ് വരുന്നില്ലേ? ഇപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാതെ? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്ത ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. ഇനി വാട്ട് അബൌട്ട് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്? ദ സ്കീം പ്രൊവൈഡ്സ് ഓൺലി നോൺ ക്രെഡിറ്റ് ബേസ്ഡ് സബ്സിഡീസ്. ശരിയാണോ? അല്ല, ഈ സ്കീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റി തന്നെ എന്താണ്? ഇതൊരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമാണെന്നുള്ളതാണ്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ പോവും? സിയും പോവും, ഡിയും പോവും. ഓട്ടോമാറ്റിക്കലി ആൻസർ എന്തായി? ആൻസർ എ ആയി. എ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കീമിൻ്റെ ഒരു ഒബ്ജക്റ്റീവും കൂടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ പഠിക്കുകയാണ്. എന്താണ്? വൺ ഓഫ് ദ കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് PMEGP എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമപ്രദേശങ്ങളിലുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കൾക്ക് മൈക്രോ അല്ലെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ മീഡിയം എൻ്റർപ്രൈസസിലൂടെ തൊഴിൽ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്കൊരു പ്രസ്ഥാനം, സെൽഫ് എംപ്ലോയ്മെൻറ്റിനുള്ളൊരു പ്രസ്ഥാനം തുടങ്ങാനുള്ള സഹായം നൽകിക്കൊണ്ട് അവരെ എന്ത് ചെയ്യുക? അതർവൈസ് അവർക്കുണ്ടാവുന്ന നഗരത്തിലേക്കുള്ള ഡിസ്ട്രസ് മൈഗ്രേഷൻ അല്ലേ, തൊഴിൽ തേടിയുള്ള ആ ഒരു മൈഗ്രേഷൻ തടയുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി എന്തിനുണ്ട്? PMEGP പ്രോഗ്രാമിനുണ്ട്. അപ്പം തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ അടിസ്ഥാനപരമായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങൾ കൈമോശം വരുത്തരുത്. എന്തുമായിട്ട് ബന്ധപ്പെട്ട തോട്ട്സ്? പഠനമായിട്ട് ബന്ധപ്പെട്ട തോട്ട്സ്. നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ ക്യൂരിയസ് ആയിരിക്കണം. ഓക്കെ, ആ തോട്ട്സ് ആണ് നിങ്ങളുടെ മെറ്റീരിയൽ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ആ തോട്ട്സ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ അകത്ത് വാട്ട് വരും, ഹൂ വരും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വൈ വരും അല്ലേ? ആ വാട്ടും ഹൂവും വൈയും എല്ലാം കൃത്യമായിട്ട് എവിടെ ഉണ്ടായിരിക്കണം? നിങ്ങളുടെ കണ്ടന്റിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. അത്തരം മെറ്റീരിയൽസ് ആണെന്ത് ശരിക്കുമുള്ള ഒരു ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ വൊക്കാസ്പീഡിയ ഈസ് ആക്ച്വലി സ്ട്രൈവിങ് ഇറ്റ്സ് ബെസ്റ്റ് ടു പ്രൊവൈഡ് യു വിത്ത് സച്ച് ക്വാളിറ്റി കണ്ടന്റ്. അത് വീഡിയോ കണ്ടന്റ് ആണെങ്കിലും PDF ആണെങ്കിലും ശരി. അപ്പോൾ നിങ്ങൾ നമ്മുടെ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നിങ്ങളെ അതുമായിട്ട് എന്ത് ചെയ്യരുത്? അതുമായിട്ട് ഡീലിംഗ് ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഗൈഡ് ചെയ്യാനുള്ള ടൂൾസ് ആണെന്ത്, അല്ലെങ്കിൽ ഒരു ടൂൾ കിറ്റ് ആണെന്ത് നിങ്ങളുടെ ലേണിംഗ് മെറ്റീരിയൽ എന്നുള്ളത്. വീഡിയോ ക്ലാസ്സസ് ആണെങ്കിലും ശരി, നമ്മുടെ PDF ഹാൻഡ് ഔട്ട്സ് ആണെങ്കിലും ശരി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ സെഷൻ താല്പര്യത്തോടെ കണ്ടു എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ തുടർന്നുള്ള ലേണിങ്ങിൽ ഈ സെഷൻ കുറച്ച് ഇൻസൈറ്റ്സ് തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്കിതുപോലെ മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.